മഹാനായ തഴവ ഉസ്താദ് പാടിയതാണ്. ചൊല്ലിലാ ഹൗല ലാ ഹൗല എന്ന ദിക്ർ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ബറക്കത്തുണ്ട്, റാഹത്തുണ്ട്, സന്തോഷമുണ്ട്. മാത്രമല്ല ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ ഹൗല എന്നുള്ള ദിക്ർ കൻസും മിൻ കുനൂസിൽ ജന്നാ, സ്വർഗ്ഗത്തിലെ നിധികളിൽ നിന്നുള്ള ഒരു നിധിയാണ്. അല്ലാഹുവേ ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. എന്താണ് ലാ ഹൗല എന്ന ദിക്റിൽ ഓരോ വിശ്വാസികളും പറയുന്നത്? എനിക്ക് ഒന്നിനും സാധ്യമല്ല, എനിക്ക് ഒന്നിനും സാധ്യമല്ല, എല്ലാം അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടാണ്. ഓ മനുഷ്യ, നമ്മളെത്ര നിസ്സാരരാ, നമ്മളെത്രയോ നിസ്സാരരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനും കഴിവില്ലാത്ത നിസ്സഹായരാണ്. എപ്പോഴും നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് അല്ലാഹു തിരിച്ചെടുത്തേക്കാം. നമുക്ക് നൽകിയ ഈ ആരോഗ്യം എപ്പോഴാണ് ഞാൻ ഈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൈകള് ചലിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. ഉറങ്ങിക്കിടന്ന ആളുകള് രാവിലെ എഴുന്നേൽക്കുമ്പോ കൈകൾ അനക്കാൻ കഴിയുന്നില്ല, കാലുകൾ അനക്കാൻ കഴിയുന്നില്ല. എത്രയോ ആളുകൾ അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴാണ് അല്ലാഹു നൽകിയ ഈ ആരോഗ്യം അല്ലാഹു തിരിച്ചെടുക്കാന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് അല്ലാഹു കഠിനമായ രോഗം വന്ന് പരീക്ഷിക്കാന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് അല്ലാഹു നമ്മുടെ സമ്പത്ത് അല്ലാഹു തിരിച്ചെടുക്കാന്ന് പറയാൻ പറ്റൂല. അല്ലാഹു നൽകിയതാണ്, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. നമുക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ്. നമ്മുടെ കഴിവുകൾ അല്ലാഹു നൽകിയ കഴിവുകളാണ്. അത് അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്. എപ്പോഴും അല്ലാഹുവിനെ തിരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരാളിങ്ങനെ നല്ല നിസ്കാരവും നല്ല കൃത്യമായ ഇബാദത്തും നല്ല ഇഖ്ലാസോടുകൂടെ ദിക്റൊക്കെ ചൊല്ലി തസ്ബീഹ്മാലൊക്കെ പിടിക്കണേ കണ്ടാൽ അയാളെ പറ്റിയോ ഇപ്പൊ വലിയ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുക, ആളുകളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അല്ലാതെ ഇഖ്ലാസോട് ചെയ്യണമെന്നല്ല. ഓനാ തസ്ബീഹ്മാലൊക്കെ പിടിക്കുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഒരു മഹാൻ പറയുകയാണ് 5 മാസം ഇങ്ങനത്തെ ഒരൊറ്റ വാക്കുകൊണ്ട് 5 മാസം തഹജ്ജുദ് മുടങ്ങാനുള്ള കാരണം ഈ ഒരൊറ്റ വാക്കായിരുന്നു. 5 മാസം തഹജ്ജുദ് നിസ്കരിക്കാതെ അല്ലാഹു പരീക്ഷിച്ചു. അതുകൊണ്ട് ഒരാളെയും പറ്റി കുറ്റം നമ്മൾ പറയരുത്, ഒരാളെയും പറ്റി ഗീബത്ത് പറയരുത്, ഫിത്ന ഫസാദ് ഉണ്ടാക്കരുത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നല്ല ഒരു ജീവിതം നൽകണേ അല്ലാഹ്. അസൂയയുണ്ടായാൽ പിന്നെ എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. അസൂയ വർദ്ധിച്ച കാലഘട്ടം, സ്വന്തക്കാര് വരെ നമുക്കെതിരെ അസൂയ വെക്കുന്ന കാലം. അല്ലാഹ് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴത്തേനും, എന്തെങ്കിലും ഒരു നിഅമത്ത് അല്ലാഹു നമുക്ക് തരുമ്പോഴത്തേനും അത് ആർക്കും കണ്ണിൽ പിടിക്കാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് മറ്റൊരാളോട് പറയാൻ തന്നെ പേടിയാ. കാരണം അതിന് നല്ലതുപോലെ സ്വീകരിക്കുന്ന ആളുകൾ കുറഞ്ഞുപോയി. നമ്മൾ എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയാൽ അതിൽ അസൂയ വെക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഒരാൾ പെട്ടെന്ന് നന്നായി നല്ലതുപോലെ പള്ളിക്കൊക്കെ വരലൊടുങ്ങി നല്ല ഉഷാറായി നടക്കുന്ന ഒരാൾ, അയാളെ പറ്റിയിട്ട് പിന്നെ പഴയ കാലത്തേക്ക് ഇങ്ങനെ വിളിച്ചു പറയാം, അയാളിപ്പോ ഉഷാറായില്ലേ എന്ന് നമ്മൾ പറയുമ്പോ ഉഷാറായത് നോക്കണ്ട, പണ്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ നമ്മളെന്തിനാ വെറുതെ അയാളെ പറ്റി കുറ്റം പറയുന്നത്? അയാൾ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങി തൗബ ചെയ്ത് അല്ലാഹു തആലയുടെ മുന്നിൽ എല്ലാം ഏറ്റുപറഞ്ഞു മടങ്ങി അയാൾ ഉഷാറായി വന്നാൽ പിന്നെ അയാളെ പറ്റി നല്ലത് പറയാ എന്നല്ലാതെ പഴയ കാലത്തെ കുറ്റങ്ങളൊക്കെ അറിയാത്ത ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറയണ്ടേ, പണ്ട് അയാൾ അങ്ങനെ കുറെ കള്ളുടിച്ചൊക്കെ നടന്നീ നാളെ,
കൊറേ പലിശക്ക് കൊടുത്ത് നടന്നീനാളാ. ഇപ്പോഴത്തെ നോക്കണ്ട, ഇങ്ങനൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഒരാളുടെ കുറ്റമോ കുറവോ നമ്മൾ പറയരുത്. അവരുടെ ആക്തിപത്ത് മോശമായി പോകും. അങ്ങനെ പറഞ്ഞു നടന്നാൽ അല്ലാഹ് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. യാ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഓക്കേ, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടെ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മദദേ മടവൂർ കുടുംബങ്ങൾ നാടിന്റെ ദിക്കുകളിൽ വീടുകളിൽ ഇരുന്നത് കാണാൻ പല ഉമ്മമാരും നിസ്കാരപ്പായിലാണ്. ഒരു കുടുംബം പോലെ ഈ മജ്‌ലിസ് മുടങ്ങാതെ അവർ പങ്കെടുക്കുന്നവരാണ്. പല ഉമ്മമാരും നിസ്കാരപ്പായിലായിരിക്കും, പലരും അടുക്കളകളിൽ ജോലി തിരക്കുകളിലായിരിക്കും. അതിനിടയിലും അവർ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ ചെല്ലും. അവർക്കത് നോക്കൊന്നും വേണ്ട, കാണാണ്ടറിയാം. ചൊല്ലി 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 മനപ്പാഠമായി അവർ പഠിച്ചവരാണ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്.